എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ചക്കുളത്തുകാവിലെ പൊങ്കാലയായിട്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പൊങ്കാലയ്ക്ക് പോകുന്നതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം എല്ലാ വർഷവും നമ്മൾ പൊങ്കാല ഇടാറുണ്ട് ചക്കുളത്തുകാവിൽ. ഈ വർഷം ദേവി നമുക്കത് മുടക്കം വരുത്തിയിട്ടില്ല. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. രാവിലെ എഴുന്നേറ്റ് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് പിന്നെ പൊങ്കാലയുടെ സാധനമൊക്കെ നമ്മൾ തലേദിവസമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെയാണ് പൊങ്കാലയുടെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് 1/2 കിലോ. പിന്നെ മലര്, അവൽ ഗണപതിക്ക് വെക്കും. നമ്മൾ പൊങ്കാല ഇടുന്ന കൂട്ടത്തിൽ ഗണപതിക്ക് ഒരുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവലും മലരും മുന്തിരി, ശർക്കര, പിന്നെ കൽക്കട്ടം, ഇതൊക്കെ പഴവും കൂടെ ചേർത്താണ് നമ്മൾ ഗണപതി വിളക്ക് ഒരുക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ പായസത്തിനായിട്ട് ഉണക്കലരി എടുക്കുന്നുണ്ട്. 1/2 കിലോ ഉണക്കലരിക്ക് 1/2 കിലോ ശർക്കര. ഇത് നമുക്ക് ശർക്കര പൊടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ പാക്കറ്റിനകത്ത്, അതാണ് മേടിച്ചത്. പിന്നെ കശുവണ്ടി ഇടും, നമ്മൾ കശുവണ്ടിയുണ്ട്. പിന്നെ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, ഇതൊക്കെ നമ്മൾ ഈ പായസത്തിനകത്ത് ചേർക്കുന്നതാണ്. പിന്നെ പൊടികളായിട്ട് ഏലക്കായും ജീരകവും ചുക്കും, ഇത് നമ്മൾ മേടിച്ചിട്ട് ഏലക്കായും ജീരകവും ഉണ്ടായിരുന്നു, മേടിച്ച് പിന്നെ ചുക്കും മേടിച്ച് അതെല്ലാം വേറെ വേറെ പ്രത്യേകം പൊടിച്ച് വേറെ പാക്കറ്റുകളിലാക്കി അത് മാറ്റി വെക്കും. പിന്നെ നമ്മൾ പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. പൂവമ്പഴം ഒത്തിരി അതിനകത്ത് ചേർക്കത്തില്ല, നമുക്ക് വിളക്കേ വെക്കാൻ 3 പിന്നെ പായസത്തിനകത്തിടാൻ വേണ്ടി അങ്ങനെ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ ആക്കി തിരിച്ച് ഒരു ബിഗ് ഷോപ്പറിനകത്തോട്ട് ഇതെല്ലാം ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചിലപ്പം തപ്പലൊന്നും ഉണ്ടാകരുത്. അപ്പം പൊങ്കാലെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വെപ്രാളം വരവേശ പെട്ടെന്ന് അങ്ങനെ താമസിക്കുമോ, പ്രത്യേകിച്ച് അതാണ് താമസിക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ യാത്ര പുറപ്പെട്ടെ. കുഞ്ഞ് വന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു രാവിലെ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ പോകുമായിരുന്നു. അപ്പം ഭയങ്കര മഴ, എങ്ങനെ ആയിത്തീരും പൊങ്കാല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം എന്തു പറ്റി എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മനസ്സിലെനിക്ക് ഉറപ്പായിരുന്നു ആ സമയത്ത് ദേവി അതൊക്കെ മാറ്റി തരുമെന്ന്. ഇത് എടത്വ ഭാഗമാണ്, എടത്വ പള്ളിക്ക് സമീപത്തുള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ മഴയായിട്ട് വെള്ളത്തിൽ കിടക്കുവാണ്. അപ്പം അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറി നിൽക്കുവാണ് സൈഡിലോട്ടെ, മഴയുണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പം എല്ലാവരും ആ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. സമയമായില്ല. അപ്പോൾ നേരത്തെ വന്ന് താമസിക്കുന്നവരൊക്കെയാണ്. അപ്പം നമ്മളവിടെ ഈ ചട്ടിയൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ കലം മേടിച്ച്, പൊങ്കാല കലം നമ്മൾ ഇവിടെ നിന്നാണ് ചട്ടിയൊക്കെ മേടിക്കുന്നൊരു സ്ഥിരമുള്ളൊരു കടയാണ്. അല്ലാതെ അവിടെ വഴിയിൽ വേറെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കലവും അടുപ്പും തവിയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാമൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് പൊങ്കാല നമ്മൾ നേരത്തെ ചെന്നായിരുന്നല്ലോ. അപ്പം അവർ മാമൻ്റെ അമ്മായിയുടെ അനിയത്തിയുണ്ട്, മമ്മി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മമ്മി എനിക്ക് കൊതുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അതൊക്കെ മേടിച്ച് ഇലയൊക്കെ അവിടെ പോയാണ് വെട്ടിയത്. രാവിലെ തിരക്ക് പിടിച്ച് പോയി, മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊന്നും പറ്റിയില്ലായിരുന്നു വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവരെല്ലാം ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞു മമ്മി. അപ്പം മമ്മി എനിക്ക് പൊങ്കാലയ്ക്കായിട്ടുള്ള കൊതുമ്പും കാര്യങ്ങളും കൊതുമ്പാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം പിടിച്ചെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് മിക്ക ഭാഗങ്ങളും ഇങ്ങനെ ഒഴിവായിട്ട് കിടപ്പുണ്ടായിരുന്നു. ആളുകൾ ഈ കടകളിലെ വാതുക്കലൊക്കെയാണ് സീറ്റ് പിടിച്ചത്. അപ്പം നമുക്കിവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു, ഉണ്ടാവരാണത്. അത് കഴിഞ്ഞപ്പോൾ ഇതൊരു കടയുടെ വാതിലാണ്. അപ്പോൾ നമുക്ക് മഴ പെയ്യുവാണെങ്കിൽ അങ്ങോട്ട് കയറി നിൽക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഭാഗത്തോട്ട് നമ്മൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ആൾ വന്നു കേട്ടോ. അപ്പം നമ്മളതെല്ലാം ഗണപതിക്ക് ഒരുക്കുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ ആ കടയിലെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് അവിടെ കസേരയൊക്കെ പുള്ളിക്കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയി ഇരിക്കും. അവിടെ പൈപ്പും ഒക്കെ ഉണ്ട് നമുക്ക് കഴുകാനായിട്ടൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ വെള്ളമൊക്കെ മാമൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചേട്ടൻ എനിക്കൊരു മാല കെട്ടി തന്ന് കലത്തേരിട്ട് വെക്കാനായിട്ട്. അപ്പം കലമൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം അടുപ്പെല്ലാം സെറ്റ് ചെയ്തു. കഴിയുമ്പോൾ നമുക്ക് സമയമുണ്ട്. 10:15 കഴിയുമ്പോഴാണ് അവിടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന അമ്പലത്തിലുണ്ട്. അതിന് ശേഷമാണ് അടുപ്പിൽ നമ്മൾ ദീപം തെളിയിക്കുന്നത്. അപ്പം ആളുകളൊക്കെ പിന്നെ മഴയൊക്കെ തോർന്നപ്പോഴത്തേക്കിനും എല്ലാവരും അവിടെ നിറച്ച് വന്നു. നമ്മൾ 10:15 ആയപ്പോഴത്തേക്കിനും അടുപ്പിൽ ദീപം തെളിയിച്ച് അടുപ്പ് കത്തിച്ചു കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അപ്പം നമ്മൾ പൊങ്കാലയ്ക്ക് ആരംഭം കുറിച്ചു. ഒരുപാട് എന്താണ് പറയുന്നത്, ദേവിയുടെ അനുഗ്രഹം ഉണ്ടായ ഒരു നിമിഷമാണത് കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത്തവണ എങ്ങനെ ആകും. ഞാൻ തലേദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നപ്പം കുഞ്ഞെന്നോട് ചോദിച്ചു, അമ്മ പൊങ്കാല മാറ്റി വെക്കുമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല മോളെ, ദേവി ആ സമയത്ത് അതൊക്കെ മാറ്റി തരുമെന്ന് അവരോട് ഞാൻ പറഞ്ഞത്. അത് കണക്ക് തന്നെ സംഭവിച്ച്. അത്രയും നേരം ഭയങ്കര മഴക്കാറും കാര്യങ്ങളും. ഞങ്ങൾ മാമൻ്റെയൊക്കെ വീട്ടിൽ പോയപ്പോൾ അമ്മായി ചോദിച്ചു, എങ്ങനെയാണ് ശ്രീതു ഇവിടെ സ്ഥലം കിട്ടും? മൊത്തം റോഡ്, നമുക്കിപ്പോൾ എല്ലായിടത്തും പടുതയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അമ്പലത്തിൻ്റെ അവിടെ ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ വഴിയിലൊക്കെ നിൽക്കുന്നവർക്കേ നമുക്ക് എങ്ങനെ പൊങ്കാല ഇടാൻ പറ്റുമെന്നൊരു ആശയം കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മഴ ആ സമയം നമുക്ക് എങ്ങനെ മഴ മാറിയെന്ന് അറിയത്തില്ല. നമ്മുടെ അത്രയ്ക്ക് ഒരു
ദൈവയുടെ അനുഗ്രഹമായിരുന്നു അതൊക്കെ കേട്ടോ. എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തൊന്നും ഒരു മഴ, പിന്നെ വെയിലും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് എല്ലാ വർഷത്തിനെക്കാട്ടിലും സുഖമായിട്ട്, നേരത്തെയൊക്കെ മഴ ഭയങ്കര വെയിലും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. ഇത്തവണ വെയിലും ഇല്ല മഴയില്ല, നല്ല അടിപൊളി അന്തരീക്ഷമായിരുന്നു. അപ്പം നമുക്ക് സുഖമായിട്ട് പൊങ്കാലയൊക്കെ ഇടാനായിട്ട് പറ്റിയത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സമീപത്തുള്ളവരൊക്കെ ഈ പൊങ്കാല ഇടുവാണ്. അപ്പം എല്ലാവരും അവിടെ തീയൊക്കെ കത്തിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ചേട്ടൻ അവിടെ എല്ലായിടത്തും പോയി വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. അപ്പം നമ്മൾ ഭക്തിയോടെ അടുത്ത വർഷവും ദേവിയുടെ അടുക്ക വന്ന് പൊങ്കാലയിടാൻ അനുഗ്രഹിക്കണേ. നമ്മുടെ കുടുംബത്തെ മൊത്തം ദേവീനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പൊങ്കാല സമർപ്പിക്കുവാണ് ആ വഴിപാട്. അപ്പം ദേവിയുടെ അനുഗ്രഹം എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുടങ്ങാതെ ഞാൻ എപ്പോഴും ദേവിക്ക് പൊങ്കാല ഇടും. അപ്പം ഈ അരിയൊക്കെ വെള്ളം തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്കിനും അരി ഇട്ട് കൊടുക്കുവാണ്. അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അരിയൊക്കെ തിളച്ച് തൂവുമ്പോൾ മാത്രം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ അരിയൊക്കെ പ്രാർത്ഥിച്ചിട്ടിടുവാണ്. ആദ്യം 3 പ്രാവശ്യം നന്നായിട്ട് ദേവീനെ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവീനെ നമ്മുടെ കുടുംബത്തെ മൊത്തം സമർപ്പിച്ചിട്ടാണ് ദേവിക്കത് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കുന്നതാണ് ദേവി. അപ്പം ഞാനും ചേട്ടനും, അപ്പം നമ്മുടെ മാമൻ്റെ മോടെ പിള്ളേരുണ്ട്, അജിനും അമ്പിച്ചനും, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരും വന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ഉടനെ നമ്മുടെ കൂടെ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാം സഹായിക്കാൻ നമ്മുടെ കൂടെ. അപ്പം ഇനി ഇത് നമ്മൾ തിളച്ച് തൂവണം. അതുവരെ നമ്മൾ തവിയിട്ട് ഇളക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ തിളച്ച് തൂവിയതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ കുറച്ച് വലിപ്പമുള്ള കലം മേടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കലമാണെങ്കിൽ നമുക്ക് അടിയിലൊക്കെ പിടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൊങ്കാലയൊക്കെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് തിളച്ച് തൂവിയതിന് ശേഷം നമ്മളത് ഇളക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊങ്കാലയെല്ലാം തിളച്ച് തൂവി വന്നു തൂവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് പറയാം. അപ്പം നമ്മുടെ പൊങ്കാല പായസത്തിൻ്റെ ഒരു ഘട്ടമായിട്ട് നമ്മുടെ അത് പൊങ്കാല തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് തൂവി. പിന്നെ നമുക്കിനി ഇളക്കി കൊടുക്കാം കേട്ടോ. അതെല്ലാം തൂവി നല്ല ഇതായിട്ട് വന്നു, നല്ല അനുഗ്രഹമായിരുന്നു ദേവിയുടെ. അപ്പോൾ ഞാനിതെല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വേകണം. നമ്മൾ ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ ശർക്കര ചേർത്താൽ വേഗത്തില്ല അരിയെ. നമ്മൾ അരി വെന്തുകൊണ്ടിരിക്കുമ്പോൾ ശർക്കര പെട്ടെന്ന് ഇടുവാണെങ്കിൽ അരി വേകാതെ അവിടെ നമ്മൾ കടിക്കുമ്പം കല്ല് കണക്ക് കടിക്കുന്നു തോന്നലും. അപ്പോൾ അരി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ശർക്കര ഇടാം. നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോഴേ നമ്മൾ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഉണക്കലരി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഒത്തിരി സമയം എടുക്കുന്ന നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല, പെട്ടെന്നെല്ലാം നമുക്ക് കിട്ടും. അപ്പം പെട്ടെന്ന് അതെല്ലാം വെന്ത് വന്നു. നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം അടുത്ത അപ്പുറത്ത് നിൽക്കുന്ന അവരെയൊക്കെ ഒരാൾ ആലപ്പുഴക്കാരാണ്, ഒരാൾ അമ്പലപ്പുഴയിലുള്ളതാണ്. അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് അവരൊക്കെ. അപ്പം ഈ ശർക്കരയൊക്കെ നല്ലതായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി. ഇപ്പം നമ്മുടെ അരിയൊക്കെ വെന്തതിന് ശേഷമാണ് ശർക്കര ചേർത്തത്. അപ്പം അതുമല്ലായി. പിന്നെ നമ്മൾ ഒരു തേങ്ങ മൊത്തം എടുത്തോളൂ. ഒരു തേങ്ങ ഫുള്ളായിട്ട് നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നേരിക്കുന്ന വരെ അടുപ്പിൽ തന്നെയല്ലേ വെക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നത് പറ്റിക്കോളും. നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പൊങ്കാല പായസം കൊണ്ടുവരണമെന്ന്. നമ്മളിനിയും ഇവിടുന്ന് മാമൻ്റെ വീട്ടിൽ ചെന്ന് പിള്ളേരെ അവിടെ കൊണ്ടാക്കിയിട്ട് അവർക്കും പായസം കൊടുത്ത് പിന്നെ വെള്ളം എടുക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് നമ്മുടെ അവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കണം കേട്ടോ. ഒരുപാട് പേര് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊങ്കാല പായസം വേണമെന്നും പറഞ്ഞ്. അപ്പം നമ്മളിനിയും ഈ പൊടിച്ച ഏലക്കയും ജീരകവും ചുക്കും എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അതുമെല്ലാം നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൽക്കണ്ടം ഉണ്ടായിരുന്നു, നമ്മൾ ഗണപതിക്ക് ഒരുക്കിയതിൻ്റെ. അപ്പോൾ അത് ശകലം പൊടിച്ചാൽ ഒത്തിരി വേണ്ട, നമ്മളധികം മധുരം ചേർക്കുന്നില്ലേ. മധുരം നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി മധുരം ആയാലും പ്രശ്നമല്ലേ. നമ്മൾ കുറച്ച് മധുരം ആവശ്യത്തിന്. അപ്പോൾ കുറച്ച് കൽക്കണ്ടം പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് പഴം, ഞാനൊരു 3-4 പഴമേ ചേർത്ത് കൊടുത്തുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞ് പൂവമ്പഴം, പാളയംകുളം അല്ല പൂവമ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതുകൂടെ ചേർത്ത് പിന്നെ മുന്തിരിങ്ങ, ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചവിടെ വെച്ചേച്ചാൽ മതി. നമ്മുടെ പൊങ്കാല പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നേദിക്കാൻ വരും. അപ്പം ഓരോ ഭാഗത്തു ആയിട്ടാണ് തിരുമേനിമാർ വരുന്നത് കേട്ടോ. അതനുസരിച്ചാണ് പായസം നേദിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ അണച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇതെല്ലാം ശരിയാകുമ്പോഴത്തേക്കിനും ഇപ്പോൾ അവിടെ കിടന്ന് അത് ബാക്കിയെല്ലാം പറ്റിക്കോളും, തീയൊന്നും വേണ്ട.
അപ്പം നമ്മുടെ പൊങ്കാല എല്ലാം നേദിക്കാനായിട്ടെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി. അവർ വരുമ്പോൾ നമുക്കൊരു 1 മണിയായപ്പോഴാണ് വന്നത്. ചില ഭാഗങ്ങളിലൊക്കെ നേരത്തെ വന്ന് അവർ പൂജിച്ച് നമ്മുടെ തിരുമേനിമാരൊക്കെ പല ദിശകളായിട്ട് തിരിഞ്ഞിട്ട് ഓരോ ഭാഗത്തോട്ടും വരുവാണ്. അപ്പം നമ്മുടെ ഇവിടെ വന്നപ്പോൾ 1 മണിയായി കേട്ടോ. അതുവരെ നമ്മളവിടെ നിന്ന് എല്ലാവരോടും അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് എല്ലാവരും നമുക്ക് അവരെല്ലാം പരിചയപ്പെട്ടു. അവരൊക്കെ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആൻറ്റി ആലപ്പുഴയിലുള്ളതാണ്. അവർ വലിയൊരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നേ കലത്തേലിടാനായിട്ട്. അപ്പോൾ അവർ അത് ലാസ്റ്റാണ് ഇടുന്നത്. നമുക്ക് ആദ്യം കെട്ടിയ ഒരു മാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് അത് നേദിക്കാൻ നേരത്തെ ആൻറ്റി എനിക്ക് ആ മാലയുടെ പകുതി തന്നു. അവർക്ക് ഒത്തിരി വലുതായിരുന്നു എന്നും പറഞ്ഞു. നമ്മൾ നേദിക്കാൻ വരുമ്പോഴത്തേക്കും അതെല്ലാം കെട്ടി വെക്കാമെന്ന് വിചാരിച്ച് അതും അവർ മുറിച്ചെന്ന്. അപ്പം നെയ്യൊക്കെ ലാസ്റ്റ് ഇതായിട്ട് ഒഴിച്ച് അതോടുകൂടി തീർന്ന്. അപ്പം നമ്മളിനി ഇലയൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. തവി അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് അത് നമ്മൾ മൂടിയൊന്ന് വെച്ചേക്കണം. അപ്പം നമ്മുടെ പൊങ്കാല പൊങ്കാല എല്ലാം റെഡിയാക്കി വന്നു. ഇനി അത് നേദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറേ നേരം അവിടെ നിന്ന് അവരോടെല്ലാം വർത്തമാനം പറഞ്ഞ് ദേവിയുടെ പ്രാർത്ഥനയൊക്കെ വിട്ടു. നമ്മൾ ലൈവായിട്ട് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പം പൊങ്കാല നേദിക്കാനായിട്ട് അവർ വന്നു. അവർ ഇങ്ങനെ നമ്മൾ വിളിച്ചറിയിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ സൈഡിൽ ആ ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഒഴിവുണ്ടായിരുന്നു. അവിടെ അധികം ആളില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മുടെ പൊങ്കാലയൊക്കെ അവർ നേദിച്ച് തന്നു. തിരുമേനി ഇപ്പം ദേവിയുടെ ഒക്കെ കണ്ട് നമ്മൾ തൊഴുത് നമ്മൾ എണ്ണയും വിളക്കും ചന്ദനത്തിരിയും അതെല്ലാം അവിടെ കൊടുത്തു, പ്രാർത്ഥിച്ചു ദേവീനെ. അപ്പോൾ നമ്മുടെ പൊങ്കാലയെല്ലാം നേദിച്ചു. ഈ വർഷത്തെ പൊങ്കാല അതോടുകൂടി തീർന്നു, അവസാനിച്ചു. ഇനിയും ദേവീനെ അടുത്ത വർഷം വീണ്ടും ദേവിയുടെ അടുക്കെ പൊങ്കാല അർപ്പിക്കാൻ വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും മടങ്ങി. അപ്പം നമ്മുടെ കൂടെ നിന്നവർക്കെല്ലാം നമ്മൾ അവരോടെല്ലാം ഇനിയിപ്പോൾ അവരൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ, അടുത്ത വർഷമൊക്കെ കാണാൻ പറ്റത്തില്ല. എവിടെ ഉള്ളവരാണെന്നൊക്കെ നമുക്കിങ്ങനെ ആലപ്പുഴയിലുള്ളതെന്നൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഞങ്ങൾ ആവലും മലരും ഒക്കെ പാത്രത്തിലോട്ടാക്കി എല്ലാം അരിഞ്ഞ് എല്ലാം എടുത്തു വെച്ചു. പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകി കൊടുത്തു. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അവർ കടയുടെ വാതിലെല്ലാം. അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് നമ്മൾ പൊങ്കാല പായസമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇഷ്ടിക ഒന്നെങ്കിൽ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ, അവിടെ കൊണ്ടിട്ടേക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അതും എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ പൊങ്കാല ഇതോടുകൂടി അവസാനിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.